നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിയായിട്ടോ, ശബ്ദമൊക്കെ തുറന്നു. നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ കഴിഞ്ഞ വീഡിയോനെ അപേക്ഷിച്ചിട്ട് വളരെ ബെറ്ററാണ്. അപ്പോൾ ഇനി വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ നോക്കാം. തീരെ വയ്യാത്ത കാരണമാണേ, എന്താ ചെയ്യുക, ശബ്ദവും ഇല്ല, ക്ഷീണം. ഇതുമാതിരി നിങ്ങളോട് ഇൻട്രോ പറയാനുള്ള യാതൊരു വിധത്തിലുള്ള അവസ്ഥയിലും ആയിരുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചൂട് കാലത്തിലധികം മുളകിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നെന്ന്. അങ്ങനെയില്ല, വലിയ എരിയില്ലാത്ത മുളക് കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ചപ്പാത്തിക്കായാലും കഞ്ഞി ചോറ് എല്ലാറ്റിനും. വായ്ക്ക് രുചി ഇല്ലാത്ത സമയത്തായാലും, ഞാൻ പറയാനുള്ള മാതിരി തന്നെ വായ്ക്ക് രുചി ഉള്ള സമയത്തായാലും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പൊടിമുളക് മസാല കേട്ടോ, ഒരു വെറൈറ്റി പച്ചമുളക് റെസിപ്പി കേട്ടോ. നല്ല തൈര് കൂട്ടിയ ചോറ്, ഇതിന്ന് 1-2 മുളക്. ഇതൊന്നും വല്ലാതെ എരിയില്ലാത്തതാണ് കേട്ടോ. ഇങ്ങനെ എരിയില്ലാത്ത പച്ചമുളക് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കൂ കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് വല്ലാതെ ഞെട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം, അല്ലാതെ ഞെട്ടി കളയൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇനി ഇതൊന്നിങ്ങനെ കീറി കൊടുക്കുക, രണ്ടാക്കണ്ട. പുളിയും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയെല്ലാം നമുക്കൊന്ന് കീറിയെടുക്കാം കേട്ടോ. ചെറിയ ഞെട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ. കണ്ടോ, ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് കീറി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഓട്ട തുളച്ചാൽ പോരാ. കണ്ടോ, ഇതേപോലെ തന്നെ നന്നായിട്ട് കീറി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, 1 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, കൊത്തമ്പാല പറയും. ഇത് നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. പൊടി അഥവാ അധികം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് വല്ല മസാല കൂട്ടാനോ എന്തെങ്കിലും വെക്കുമ്പോൾ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു തവയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. കടുകും എള്ളും ഒക്കെ പൊട്ടി വരും. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള ചുണുക്ക് വിദ്യകളൊക്കെ ഒന്നേ അറിഞ്ഞിരിക്കണം, നല്ലതാട്ടോ. മതി. ഇനി ഇതിലിരുന്നിട്ടൊന്ന് ചൂടായിക്കോളും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ആയിക്കൊണ്ട് നമുക്ക് ഈ കീറി വെച്ച മുളകാണ് ഇട്ട് കൊടുക്കാം. അതെന്തിനാണെന്നറിയോ, ചെറിയൊരു നനവുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നനവൊക്കെ ഒന്നുകൊണ്ട് പോയിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടും ചെയ്യും. വെള്ളം തന്നെ വാണ്ട് പോയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം മതി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളം നനവ് ഒന്നങ്ങോട്ട് മാറിയിട്ട് വാടി വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നനവൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എത്ര മുളക് എടുക്കണം അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പേരിക്കൊക്കെ വറക്കില്ലേ, അതേപോലെ ആ ഒരു കളറാവുന്ന വരെ നമുക്ക് നന്നായിട്ട് വറക്കണം കേട്ടോ. ആയി വരട്ടെ. ഇപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വറുത്തെടുത്തത്, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തത് ഇതേപോലെ മതി. ചെറിയ തരികളൊക്കെ ആയിക്കോട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മുളക് ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തില്ലേ അതൊന്നും ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൊടിയുണ്ട്, അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഗ്യാസ് സിമ്മിൽ വെക്കണം. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് കായപ്പൊടി, അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളത്, ചെറുനാരങ്ങ വലിപ്പം മതി കേട്ടോ, പുളിവെള്ളം. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ വെള്ളം തന്നെ ഒഴിക്കാം. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടോ 2 ടൈപ്പിലും
നാരങ്ങ ഒഴിക്കണേക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ പുളിവെള്ളം ഒഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പോരെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കൊളുത്താം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചുണുക്ക് വിദ്യകളാണ് കേട്ടോ. നമ്മൾ എള്ളും കൂടി ഇട്ട കാരണം നന്നായിട്ടൊന്ന് കൊഴുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇരുന്നിട്ട് മുളകിലൊക്കെ നമ്മൾ ഉപ്പൊന്നും മുളകിൽ കീറിയതിൽ ചേർത്തിട്ടില്ലല്ലോ, ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 2 കരിവേപ്പിലൊന്നും എനിക്ക് അധികം വേണ്ട കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടി, അച്ചി ശർക്കര വെച്ചാൽ കുഞ്ഞൊരച്ചിട്ട് ചേർത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പണ്ട് വള്ളുവനാടൻ മുളകാ പച്ചടി പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കണം മുളകാ പച്ചടി, എല്ലാ സ്ഥലത്തും ഉള്ളതല്ല. എന്താ സ്വാദം അറിയാം. ആയിട്ടുണ്ട്, നന്നായി കൊഴുത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ആ മുളകിൽ പുളിയും ഉപ്പും ആ കായത്തിൻ്റെയൊക്കെ നമ്മൾ കുറച്ച് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, അതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാവും. അപ്പോൾ ഇത് മാത്രം മതി. ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കാം കേട്ടോ, ചോറിനും കഞ്ഞിക്കും മാത്രമല്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ വെറൈറ്റി പൊടിമുളക് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഗ്രേവി ഇങ്ങനെ തൊട്ട് നക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയാനില്ല. അതാ ഞാൻ പറഞ്ഞത്, ദോശയുടെ ഒരു പൊട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഈ ഗ്രേവിയുടെ ഒപ്പം കഴിച്ചോ കൊയ്യ, എന്താ സ്വാദം ഉണ്ടാവുക അറിയോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞെട്ടി പൊട്ടിക്കണ്ടെന്ന്. കണ്ടോ, അപ്പോൾ അത് മുഴുവൻ ഇതിലേക്ക് ആക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ പൊടിമുളക് മസാല. ഇനി ഇതിലിട്ടിട്ട് വേണമെങ്കിൽ നാണ്ട് ഉരുട്ടാം, നല്ലൊരു ഉരുള ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനെന്തായാലും ചെയ്യും, ഉറപ്പാണ്. വലിയ എരിയില്ലേ, നല്ല മുളകുമാണ്. അപ്പോൾ റെഡിയല്ലേ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ തൈര് കൂട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉടച്ച ചോറാണ് വിളമ്പി കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ പൊടിമുളക് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ. കണ്ടോ, കുറച്ച് ഗ്രേവി ഉണ്ട്, തിക്ക് ഗ്രേവിയാണ്. എന്താവും ഇതിൻ്റെ ടേസ്റ്റ് അറിയോ. ഇനി വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട്. അപ്പോൾ ഒരു ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും പുളി മസാലപ്പൊടികളും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇന്നത്തെ ഉരുള അങ്ങനെ കഴിച്ചാണ്ടല്ലോ, എല്ലാവരും കഴിച്ചോളൂ. വേഗം പോയി ഉണ്ടാക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഒരു പ്രത്യേക പൊടി ഉണ്ടാക്കിയിട്ട് അതിൽ മുളകിട്ട് പുരട്ടണമെന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.